സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മധു നായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ പലതവണ ആവർത്തിച്ചതാണ്. അതായത് വന്യമൃഗ ശല്യം സംസ്ഥാനത്തിൽ രൂക്ഷമായിരിക്കുന്നു. ആളുകൾ കാട് വിട്ട് നാടിറങ്ങി അത് ദൈനംദിന വാർത്തയായിരിക്കുകയാണ്. ചവിട്ടിക്കൊന്നു, അടിച്ചു കൊന്നു, എന്നിട്ട് ആകെ എടുക്കുന്ന നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് വെടിവെച്ചിട്ട് ആനെ എങ്ങനെയെങ്കിലും തിരിച്ച് കാട്ടിലേക്ക് എത്ര ദൂരം വരെ കൊണ്ടുവിടുമെന്നുള്ള അറിയില്ല. പക്ഷേ കാട്ടിൽ വിടും. 5-6 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ആന വരുമെന്ന് തോന്നുന്നു. ആന മാത്രമല്ല, കാട്ടുപന്നിയുടെ കാര്യത്തിലിപ്പോൾ ഒരു വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. അത് പന്നിയെ വെടിവെക്കാം, പക്ഷെ വെടിവെക്കണമെന്നുണ്ടെങ്കിലുള്ള ബ്യൂറോക്രസി നമുക്കൊന്നും വെടിവെക്കാനല്ല, വെടിവെക്കാനുള്ള ആളുടെ വരുത്തണം. അത് പുലി ഇറങ്ങുന്നു. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം അത്ര എളുപ്പം വരുമെന്ന് തോന്നുന്നത്. കാരണം ആ തരത്തിലാണ് ഇവിടുത്തെ ചിന്താഗതി. ഇതിനൊന്നും കൊന്നുകൂടല്ലോ. പക്ഷേ ആകെ ചെയ്യാവുന്നത് തിരിച്ച് അങ്ങോട്ട് വിടുക. അതിലുള്ള യുക്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇതിനൊക്കെ വളരെ രൂക്ഷമാണ് തെരുവ് നായകളുടെ കാര്യം. എത്ര കാലമായി, എന്തെല്ലാമാണ്. ഇപ്പം ഈ 2 ദിവസം മുമ്പ് ഒരാളിൻ്റെ കൺപോളയും ഒക്കെ കടിച്ചു പറിച്ചിട്ടൊരു വീറപ്പട്ടി ഓടിയെന്നോ വലിയ വാർത്തയായി. ഇതിന് എത്ര കാലമായിട്ടൊരു പരിഹാരം ഇത് പറയണമെന്ന് പറയാം. ഇതിനൊക്കെല്ലാം പിടിച്ചൊരു ഷെൽട്ടറേക്ക് ഉണ്ടാക്കുക. ഷെൽട്ടറിൽ എത്ര കാലം നോക്കാക്കുക ഇത്? ഇപ്പം തന്നെ ഇരിക്കുന്ന ഈ തിരുവനന്തപുരം സിറ്റി മേയർ കാര്യമായിട്ടൊക്കെ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷെൽട്ടറുകൾ കിട്ടാൻ നിർത്തിയില്ല. കിട്ടിയ ഒരു ഷെൽട്ടറിൽ കുറേ പട്ടികളെ കൊണ്ടിട്ടപ്പോൾ അയലോക്കാരൊക്കെ കൂടി വലിയ ബഹളം കൂട്ടി. അപ്പൊ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതിനാണ്. ഇതിനൊക്കെ വളരെ സുപ്രീം കോടതി ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു പരിധി വരെ പട്ടികളെ കൊല്ലാമെന്ന് വരെ അവരിപ്പം വിധിച്ചിരിക്കുക. അത്ര രൂക്ഷമായിട്ട് അവർ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടെ പ്രായോഗികമായിട്ട് ഒരു നടപടിയും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ 1-2 തവണ ഇത് ആവർത്തിച്ച് ആകെ ഒക്കുന്ന കാര്യം. ഇപ്പം എല്ലാത്തിനെയും പിടിച്ച് ഉടനെ കൊല്ലണമെന്നില്ല. പക്ഷേ ഇതിനെ വാങ്ങിക്കുവാനായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ധാരാളം ആളുകളുണ്ടെന്നുള്ളതാണ് സത്യം. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റില് പലയിടങ്ങളിലും പട്ടി മാംസം അവർ വളരെ ഡീസൻ്റായിട്ട് കഴിച്ച് ശീലിച്ചവരാണ്. അപ്പോൾ അതിനുവേണ്ടി പട്ടിയെ കൊല്ലുന്നത് പാപമാണെന്നും അതങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനൊരു അന്തമില്ല. ഇവിടെ ഇപ്പം പാവപ്പെട്ട കോഴി എത്ര വേണമെങ്കിലും കൊല്ലാം, ആടിനെ നിഷ്ഠൂരമായിട്ട് കഴുത്തെടുത്ത് കൊല്ലാം, കേരളത്തിൽ തന്നെ പശുവിനെയും കൊല്ലാം, പോതനെയും കൊല്ലാം, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയും. പക്ഷേ പട്ടിയെ മാത്രം തിന്നണമെന്നില്ല. പക്ഷെ പട്ടിയെ തിന്നണവർക്ക് എങ്ങനെയെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കുക. അത് വലിയ കാര്യമൊന്നുമല്ല. ഇതിനു വേണ്ടി പട്ടിയെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 50-100 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല തെരുവ് പട്ടികളെയും കളക്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഒരു ട്രെയിനിൽ വല്ലതും കയറ്റി നോർത്ത് ഈസ്റ്റില് വളരെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഭയങ്കര കച്ചവടത്തിന് തയ്യാറായ ഒരുപാട് സംഘടനയല്ല വ്യാപാരികൾ തന്നെ ഉണ്ട്. അവിടം വരെ എത്തിക്കുക. ഇതല്ലാതെ ഇതിന് എന്തെങ്കിലും ഒരു പോം വഴി എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നുന്നില്ല. അപ്പോൾ ആ തരത്തില് ഒരു ചിന്താഗതി പോലും ഇതിന്റെ നടത്തിപ്പുകാർക്ക് ഉണ്ടായില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസതയോടുകൂടിയാണ് ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നത്. അത് വളരെ കഷ്ടമാണ്. ആക്ച്വലി അത്തരത്തിലൊരു നടപടി എടുത്തതിനെ എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്തിട്ട് വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് കർശനമായിട്ട് ചെറിയ ടാക്സ് കൊടുത്തിട്ടൊരു ടാഗ്. അത് മിക്ക രാജ്യങ്ങളിലും അങ്ങനെയാണ്. ടാഗില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പട്ടിയെ തൂക്കിക്കൊണ്ടുപോകും. ഈ വികസിത രാജ്യങ്ങളിൽ, അമേരിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പട്ടി പൂച്ച സംരക്ഷണം എത്ര കാര്യക്ഷമമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ അങ്ങനത്തെ സംവിധാനം ഉടനെ ഉരുത്തിരിഞ്ഞ് വരണമെന്നൊന്നുമില്ല. പക്ഷെ ഈ തെരുവ് പട്ടികള്, എസ്പെഷ്യലി പേബാധിച്ച പട്ടികളൊക്കെ ആളുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവണത, അതായത് അതിന് ഒരു അറുതിയും ഉടനെ കാണുന്നില്ല എന്നുള്ള ക്ഷോഭം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.